നമസ്കാരം. ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ തൊടുത്തുവിട്ടപ്പോൾ കിട്ടിയത് വയറു നിറച്ചുള്ള മറുപടി. അതായിരുന്നു UN-ൽ പാക് പ്രധാനമന്ത്രിക്ക് ഭവിക മംഗളാനന്ദൻ എന്ന മലയാളി ചുണക്കുട്ടിയുടെ നാവിൽ നിന്ന് ലഭിച്ചത്. കശ്മീരിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനാണ് UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യൻ പ്രതിനിധി ഭവിക മംഗളാനന്ദൻ ചുട്ട മറുപടി നൽകിയത്. ഇതോടെ ഭവിക മംഗളാനന്ദൻ താരമായി. വീഡിയോ വൈറലായതിന് പിന്നാലെ രാജ്യത്തുടനീളം ഭവികയ്ക്കായി കയ്യടികൾ നിറയുകയാണ്. ഇതിന് പിന്നാലെയാണ് ആരാണ് ഭവിക എന്ന അന്വേഷണവും സോഷ്യൽ മീഡിയ ആരംഭിച്ചത്. ആ അന്വേഷണം ചെന്ന് നിന്നതാകട്ടെ ഇങ്ങ് കേരളത്തിലും. ഭവിക കയ്യടി നേടുമ്പോൾ കേരളത്തിനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. മലയാളിയാണ് ഭവിക മംഗളാനന്ദൻ. ബിരുദ കാലഘട്ടം വരെ കേരളത്തിലും പിന്നീട് ഡൽഹിയിലുമായിരുന്നു ഭവിക തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സിവിൽ സർവീസ് പരിശീലനം വരെ ഭവിക നടത്തിയത് തിരുവനന്തപുരത്താണ്. ഏലംകുളം സ്വദേശിനിയാണ് ഭവിക മംഗളാനന്ദൻ. BSNL റിട്ടയർഡ് ജീവനക്കാരനും കവിയുമായ മംഗളാനന്ദൻ്റെയും സർക്കാർ ജീവനക്കാരിയായ ബേബി റാണിയുടെയും മകളാണ് ഭവിക. ബിരുദം മഹാരാജാസിൽ പൂർത്തിയാക്കിയ ഭവിക 2007-2009 കാലഘട്ടത്തിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ അസിസ്റ്റന്റ് സിസ്റ്റം എഞ്ചിനീയറായി ജോലി ചെയ്തു. തുടർന്ന് 2009-2011 കാലഘട്ടത്തിൽ IIT ഡൽഹിയിൽ പഠിച്ച ശേഷം ഷ്നൈഡർ ഇലക്ട്രിക്കൽ സീനിയർ എഞ്ചിനീയറായി മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു. 2011 മുതൽ 2012 വരെ ഈ കമ്പനിയിൽ തുടർന്നു. പിന്നാലെയാണ് സിവിൽ സർവീസിലേക്ക് തിരിയുന്നത്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്നാണ് ഭവിക തൻ്റെ സിവിൽ സർവീസ് പരിശീലനം പൂർത്തിയാക്കിയത്. 2015 ബാച്ചിൽ 249 റാങ്ക് നേടിയാണ് ഭവിക സിവിൽ സർവീസ് പാസ്സായത്. തുടർന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ് ഭവികയ്ക്ക് ജോലി ലഭിക്കുന്നത്. നിലവിൽ UN-ലെ ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ സൈബർ സുരക്ഷ 1-ാം കമ്മിറ്റി, GA കോർഡിനേഷൻ എന്നിവയുടെ പ്രഥമ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് ഭവിക. വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായി ഭവിക പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ഭവിക തിരഞ്ഞെടുക്കപ്പെടുന്നത്. UN പൊതുസഭയുടെ 79-ാം സെക്ഷനിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശമുണ്ടായത്. കശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നായിരുന്നു ഷഹബാസ് ഷെരീഫ് UN പൊതുസഭയിൽ പറഞ്ഞത്. ഇതിനായി അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം UN പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. അനുച്ഛേദം 370 റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവും പാക് പ്രധാനമന്ത്രി UN പൊതുസഭയിൽ ഉന്നയിച്ചു. ഇതോടെയാണ് ഇന്ത്യൻ പ്രതിനിധി ഭവിക മംഗളാനന്ദൻ രൂക്ഷമായ ഭാഷയിൽ പാകിസ്ഥാന് മറുപടി നൽകിയത്. പാക് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ ഈ മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ അവകാശം വിനിയോഗിച്ചുകൊണ്ടായിരുന്നു ഭവിക സംസാരിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ അയൽ രാജ്യങ്ങൾക്കെതിരെ പണ്ട് മുതലേ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാർലമെൻറ്റ് സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ, മാർക്കറ്റുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട്. പട്ടിക ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. അത്തരമൊരു രാജ്യം അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യത്തിൻ്റെ അങ്ങേയറ്റമാണ്. അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യം രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നത് അസാധാരണമാണെന്നും ഭവിക മംഗളാനന്ദൻ ചുട്ട മറുപടി നൽകി. ഞങ്ങളുടെ പ്രദേശം സ്വന്തമാക്കിയാണ് പാകിസ്ഥാൻ്റെ ആഗ്രഹമെന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ നിരന്തരമായി ശ്രമിച്ചു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും ഒഴിവാക്കാനാകാത്തതുമായ ഭാഗമാണെന്നും ഭവിക പറഞ്ഞു. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരത അനിവാര്യമായ പ്രത്യാഘാതങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്നും ഭവിക മംഗളാനന്ദൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കശ്മീരിനെക്കുറിച്ച് ഷഹബാസ് ഷെരീഫ് നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് വ്യക്തമാക്കിയ ഭവിക പാകിസ്ഥാൻ വീണ്ടും നുണകൾ ഉപയോഗിച്ച് സത്യത്തെ നേരിടാൻ ശ്രമിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. 1971 വംശഹത്യ നടത്തുകയും സ്വന്തം നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഇപ്പോഴും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്ത ഒരു രാജ്യം അസഹിഷ്ണുതയും ഭയത്തെയും കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. പാകിസ്ഥാൻ എന്താണെന്ന് ലോകം കാണുന്നുണ്ട്. ഒസാമ ബിൻ ലാദനെ ഒരുപാട് കാലം സംരക്ഷിച്ച രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോകത്ത് നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ വിരലടയാളമുള്ള രാജ്യമാണെന്നും ഭവിക മംഗളാനന്ദൻ പറഞ്ഞു. നുണകൾ ആവർത്തിച്ചുകൊണ്ട് സത്യത്തെ നേരിടാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമം വിലപ്പോവില്ലെന്നും ഭവിക പറഞ്ഞു. എന്തായാലും UN ജനറൽ അസംബ്ലി തീ പാർന്ന പ്രസംഗം നടത്തിയ ഭവികയെ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ തെരഞ്ഞതും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടിരിക്കുന്നതും.